മാരാരിക്കുളം ബീച്ചിലെത്തിയിരിക്കുകയാണ് ആലപ്പുഴയിൽ. അപ്പം മാരാരിക്കുളം ബീച്ചിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ഡിയാഗോ ട്രാവലർ ബ്ലോഗ്. അപ്പം ബീച്ചിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ മാരാരിക്കുളം ബീച്ചിൻ്റെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്നത് മാരാരിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ ഇന്ന് ചെറിയ എന്തോ ട്രാഫിക്കാണ്. അപ്പോൾ നമ്മളതങ്ങനെ പയ്യെ ബീച്ചിൻ്റെ ഭാഗത്തേക്ക് പാർക്കിംഗ് ഭാഗത്തേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്ന ബീച്ചിൻ്റെ അതിസുന്ദരമായ കാര്യങ്ങൾ നമുക്ക് കാണാം. നമ്മളൊരു സൺഡേ ആണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അത് കാരണം നല്ല ജനത്തിരക്കുണ്ട്. പാർക്കിങ് സൗകര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടിയില്ല. അപ്പം അത് തെങ്ങിൻതോപ്പിൻ്റെ ഒരു സൈഡിൽ കൊണ്ടേ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പയ്യെ ബീച്ച് കാണുവാനായിട്ട് വന്നിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ചൂടുള്ള കാലാവസ്ഥയുള്ള സമയത്താണ് നമ്മൾ ബീച്ചിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും അത്യാവശ്യം ഒരു 3-3:30 മണിയായതോടുകൂടി ചൂടിൻ്റെ കാഠിന്യം കുറഞ്ഞു. പിന്നെ കടൽക്കാറ്റും ഉള്ളതുകൊണ്ട് വലിയധികം ചൂടില്ലാതെ നമുക്കിത് കാഴ്ചകൾ കാണുവാനായിട്ട് സാധിച്ചു. ഈ മുൻപിൽ കാണുന്ന പോലെ ബീച്ചിൽ കുട നിവർത്തി അതിൻ്റെ അടിയിൽ 2 ചെയറിട്ട് ഇരുന്ന് കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന രീതി ഇവിടെ മാത്രമല്ല പല ബീച്ചുകളിലും ഉണ്ട്. ഇവിടെ ഇതിന് 20 രൂപയാണ് ഇവർ മേടിക്കുന്നത്. നമുക്ക് ഈ മാരാരി ബീച്ചിലേക്ക് എത്തിച്ചേരുവാനായിട്ട് എറണാകുളത്ത് നിന്ന് ഏകദേശം 42 കിലോമീറ്ററും ആലപ്പുഴയിൽ നിന്ന് ആലപ്പുഴ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 13 കിലോമീറ്ററുമാണ് ഇങ്ങോട്ട് ദൂരമുള്ളത്. ഈ ബീച്ച് എപ്പോഴും ഒരു തീരദേശ പോലീസുകാരുടെ ഒരു നിരീക്ഷണത്തിലാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മളിവിടെ വെള്ളത്തിലിറങ്ങുമ്പോൾ എല്ലാം ഒരു പോലീസ് ഓഫീസറെ എപ്പോഴും ഇതിലെ വന്ന് നിരീക്ഷണത്തിനായിട്ടുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾ, പല രീതിയിലുള്ള നിർദ്ദേശങ്ങൾ അവർ നൽകാറുണ്ട്. ഒത്തിരി അകത്തേക്ക് ഇറങ്ങാതിരിക്കുക, കുട്ടികളെ ഉള്ളിലേക്ക് വിടാതിരിക്കുക എന്നുള്ള രീതിയിലുള്ള ഒത്തിരിയേറെ നിർദ്ദേശങ്ങൾ അവർ തരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. കടലിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നടന്നപ്പോഴാണ് നമുക്കിവിടെ ഒരു പഴയ ബോട്ട് കാണുവാനായിട്ട് സാധിച്ചത്. പഴയ മീൻ പിടിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബോട്ടാണെന്നാണ് തോന്നുന്നത്. ഇത് ഏകദേശം പൂർണ്ണമായും നശിച്ച രീതിയിലാണ് ഇവിടെ കിടക്കുന്നത്. എങ്കിലും ഈ തീരത്ത് കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണിത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഓൾ.